ഹായ് ഹായ് പറഞ്ഞു. ഹായ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായേക്കാണ്. ശ്രീ ചിത്തനാപ്പള്ളി ഭഗവതി ക്ഷേത്രം കണക്കങ്കടവ്. ഇപ്പോൾ ഉച്ച ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രസാദൂട്ടിന് വേണ്ടി പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പോൾ പണി തീരാത്ത അമ്പലമല്ല, പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം ഞങ്ങൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കൊന്നും ഉണ്ടാവില്ല, തിരക്കൊക്കെ കുറഞ്ഞ്. ചെറിയ അമ്പലം ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. ഫസ്റ്റത്തെ ദിവസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ തെണ്ട് വഴിപാടൊക്കെ ഉണ്ട്. അപ്പോൾ തെണ്ടൊക്കെ ചുടുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ദിവസമാണ് എല്ലാ പരിപാടികളും. രാവിലെ കലംപൂജയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തെണ്ട് വഴിപാട്, ഉച്ചയ്ക്ക് പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വിശ്രമിക്കാനിരിക്കുകയായിരുന്നു കുറച്ചു നേരം. ഇവൻ്റെ പേര് പൊന്നു എന്നാണ്. ശരിക്കും പേര് നിരഞ്ജൻ. വാവനൊക്കെ കാണുമ്പോൾ വന്ന് ഓടി വന്ന് ഇടുക്ക് വർത്താനൊക്കെ പറയും. നല്ല സ്നേഹമുള്ള മക്കളാണ്. അവനൊരു അനിയത്തിയും കൂടി ഉണ്ട്. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തിരിച്ച് പോന്നു. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ അവിടുത്തെ പരിപാടി താലുണ്ട്. അത് കഴിഞ്ഞ് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടി സെറ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഞങ്ങളൊക്കെ അപ്പോൾ റെഡി ആയത് അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. നല്ല ചെറിയ അമ്പലമായതുകൊണ്ട് വലിയ ആർഭാടങ്ങളുള്ള പരിപാടികളൊന്നുമില്ല. ചെറിയ പരിപാടികളും നല്ല രീതിയിൽ തന്നെ നടത്തും. ഈ ഒരു ദിവസം തന്നെ ആയിരിക്കും എല്ലാ പരിപാടികളും. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും താലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതേ വെടിക്കെട്ട് ഇളന്നുകൊണ്ടിരിക്കും. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അമ്പലം ചെറുതാണെങ്കിൽ ഉത്സവത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. ഇതെൻ്റെ സോണിയാൻറ്റിയുടെ മോനാണ് ഇരുന്ന് കളിക്കുന്നത്. ഇത് രായിപ്പാപ്പൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് യക്ഷിക്കളുണ്ട്. യക്ഷിക്കളം കഴിഞ്ഞിട്ടാണ് കൈക്കൊട്ട് കളി കളിക്കണത്. പൂപ്പത്തി ടീമാണ്. അപ്പോൾ ആ ടൈമിൽ അവിടെ നിറച്ചും ആൾക്കാരാണ്. കൈകൊട്ട് കളി കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടാകും. വരികാരുള്ള ടീം 8 പേരുടെ കളിയായിരുന്നു. കൈകൊട്ടിക്കളി ആയാലും നാടൻപാട്ടായാലും എന്ത് പാട്ടായാലും വാവതേ ഭയങ്കര തുള്ളലായിരിക്കും. ഈ സൗണ്ട് ഒന്നുമില്ല. അതേ ഫുള്ള് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കുത്തിയതോട് ടീമാണ് കളിക്കണേ. അങ്ങനെ 4 സെറ്റ് കൈകൊട്ട് കളി ഉണ്ടാവും. അങ്ങനെ കൈകൊട്ടുകളെല്ലാം തീർന്നു. എന്നിട്ടും ആൾക്കാർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. ഉത്സവത്തിൻ്റെ മെയിൻ സംഭവം വരാൻ പോണുള്ളൂ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് മിന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നുവിൻ്റെ അനിയത്തി മിന്നു. ഇതൊന്നല്ല ഗൈസ്, കൊട്ടും കളി. അപ്പോൾ ഈ കൊട്ടും കളിക്കും വേണ്ടിയാണ് മെയിനായിട്ട് കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാനൊരു കളി കളിച്ച് തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും വാവ കരഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ആ കളി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അശ്വതി അച്ചു. ഞങ്ങൾ +1 +2 ഒക്കെ ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാനിറങ്ങി അമ്മ കയറി കളിച്ച് കൊട്ടും കളിയൊക്കെ അവസാനിച്ച് ഉത്സവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.